ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് പോസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറോട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 53 അല്ലാതെ 153, 154, 155, 156, 157, 158 ഇത്ര എപ്പിസോഡ്സാണ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് ദിവസം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ ഡേറ്റൊക്കെ നോക്കി ഫുഡ് കഴിക്കുക. ലൈക്ക് അങ്ങനെ കഴിച്ചില്ലെങ്കിൽ എന്നെ പോലെ പോയി ആശുപത്രി കിടക്കേണ്ടി വരും. ഓക്കെ, ഞാൻ പരമാവധി അവിടെ വെച്ച് ഡബ് ചെയ്യാൻ നോക്കി, പക്ഷേ അവരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഐ നോ, നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ട് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയെന്ന്. എനിക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ടീം 15 ടീം 5 കാര്യമായിട്ട് പാഞ്ഞു തെറിച്ചൊരു മിഷന് പോവാണ്. അപ്പോഴത്തേക്കും അവിടെ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ ടീം 15 ടീം 5 തന്നെ ആരൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വസബി, നമ്മുടെ, അതുപോലെ തന്നെ സിമ്ര അല്ല, നമ്മളുടെ പുതിയ പെണ്ണ്, അവളുടെ പേരെന്താണ്, സുബാക്കി, അതുപോലെ തന്നെ നമ്മളുടെ ഇവാബെ, മെറ്റലി, ഡെങ്കി. അപ്പോൾ ഇവർ ചേർന്നൊരു മിഷൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ടീം 15 അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല, പക്ഷേ ടീം 5 കിടിലം പെർഫോമൻസ്. അതിലും നമ്മളുടെ സുബാക്കിയുടെ സീക്രട്ട് സോൾട്ട് സ്റ്റോം ബിഹൈൻഡിങ് ടെക്നിക്ക് അത്രയും നന്നായിട്ട് പോകുന്നില്ല. അത് കുറച്ചധികം ഫ്ലോപ്പായി. അത്രയും ദൂരം അതിനെ കവർ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അവളുടെ ട്രെയിനിങ്ങിൻ്റെ കുറവാണത്. അപ്പോഴത്തേക്കും വസബിക്ക് നമ്മുടെയും പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. തീരെ അവർക്ക് പറ്റുന്നില്ല. കാരണം സുബാക്കി ചെയ്യുന്നത് ഇവർക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെന്താ ചെയ്യാൻ പോകുന്നത് സുബാക്കിക്ക് അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇവർ എന്തൊക്കെയാ കഴിവുള്ളവർ, എന്തൊക്കെയാ പേരെന്ന് തന്നെ ഈ പിള്ളേർക്ക് അറിയാമോ എന്തോ. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തവരെ വിളിച്ച് ഹൊക്കാകെ അഭിനന്ദിക്കുകയാണ് ആര് ടീം 5-നെ. അപ്പോൾ ഇത് കണ്ട വസബിക്ക് ആദ്യമേ കലിപ്പ്. അപ്പോൾ ഇവാബെ വന്ന് ചൊറിയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഇത്തിരി വലുതായിട്ട് അവിടെ പോകും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവാബെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പണ്ട് സിമറ ഉണ്ടായിരുന്നപ്പോൾ നൂ വെച്ചിട്ടെങ്കിലും വല്ല പരിപാടിയും ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങൾ ഒരു പണി എടുക്കുന്നില്ല, ഇറങ്ങിപ്പോ, എന്ത് ടീമായിരുന്നൊക്കെ. അപ്പോൾ ഇത് വസബിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്നെ പഠിപ്പിക്കണം എന്ന് പറയാൻ, ഞാൻ പഠിപ്പിച്ച നീ എന്താ പഠിക്കൂലേ എന്ന് ഇവാബെ ചോദിക്കുന്നു. അങ്ങനെ ചെറിയൊരു കസ്കസോടെ പോകുന്നു. അത് മാറ്റാനായിട്ട് ഡെങ്കി പറയാണ്, എൻ്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാവരുടെ റെക്കോർഡിങ്സ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ സുബാക്കിയുടെ കൂടെ എടുത്തിട്ടോന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് തുറക്കാണ്. അപ്പോൾ അത് കാണുമ്പോൾ ലൈറ്റ് കത്തുന്ന യന്ത്രം എന്ന് നമ്മളെ സുബാക്കി പറയാണ്. ഇതെന്താ സാധനം ചോദിക്കുകയാണ്. അവൾക്ക് ഒന്നും അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ പറയാണ്, ഈ ഒരു ഗൊറില്ലയുടെ കൂടെ താമസിച്ച ടാർസൻ കുഞ്ഞിനെ എടുത്ത് ദൂരെ കൊണ്ടുകളാം, കാരണം ഇവർക്ക് ഒരു ടെക്നോളജി അറിയത്തില്ല. അവളോടാ നീ പോയിട്ട് ലാപ്ടോപ്പിൽ നിന്ന് അവളുടെ ഡേറ്റ കളക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ ഇൻഫർമേഷൻസ് ആണെന്ന്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമല്ലേ എന്ന രീതി നോക്കിയാൽ ഇല്ല, ഇവളുടെ പെർഫോമൻസ് ഒരു ഗെയിനിനേക്കാളും വലുതാണ്. പറഞ്ഞു വന്ന ഒരു ചുന്നിൻ്റെ അത്ര സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴത്തേക്കും സുബാക്കി വലിയ സ്റ്റൈൽ ഇറക്കുമ്പോൾ പറയണം, പക്ഷേ നീ ഒന്ന് നോക്ക്, നിൻ്റെ ടീം 15-ൻ്റെ ഗ്രാഫ് നോക്ക്. അത് നമ്മളുടെ സിമുറ നിന്നപ്പോൾ ഈ ടീം നല്ലൊരു ടീമായിരുന്നു. ഇവരുടെ ടീമിൻ്റെ അടുത്ത് നിന്ന ടീം 5-ൻ്റെ തൊട്ടടുത്ത് നിന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്ക്, കയ്യത്തും ദൂരത്തുമല്ല കാലത്തും ദൂരത്തുമല്ല, നിങ്ങൾ തലകുത്തി നിന്നാൽ പോലും അതെത്തത്തില്ല. കാരണം അത്രയും താഴോട്ട് പോയേക്കാണ്. കാരണം ഇനി ഇതിന് താഴെ ടീമില്ല കാരണം തോന്നുന്നതൊക്കെ പറഞ്ഞ് ഇവാബെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവള് കാരണമാണോ ഈ ടീം കുറഞ്ഞത്? അതെ, അവൾ വന്നതിന് ശേഷം തന്നെയാണ് ഈ ടീമിന് ഇത്രയും വലിയ പ്രശ്നം വന്നേക്കണേ. അപ്പോഴത്തേക്കും അവൾ പറയണം, നമ്മൾ എന്ത് ചെയ്യും, ടീം 5-നെ നമ്മൾ തോപ്പിക്കുന്നു പറഞ്ഞ് ഇവർ പിന്നെ ഒരു പ്ലാൻ ഇടാണ്. ഇവർ 3 പേരും ട്രെയിനിങ് എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും 3 പേരും 3 സമയത്ത് വന്ന് തോന്നിയതുപോലെ ട്രെയിനിങ് എടുത്തിട്ട് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതായത് ഇവർ 3 പേരും ചെയ്യുന്ന 3 സ്റ്റൈലാണ്. ഒരാൾ സൗണ്ട്, ഒരാൾ ക്യാറ്റിൻ്റെത്, ഒരാൾ എന്താണ് സോള രീതിയിൽ. അപ്പോൾ 3 പേരും 3 സമയത്ത് എടുത്ത് എന്താ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആയ പോലെ എന്ന മട്ടാണ്. അപ്പോൾ ഇവർക്കൊരു യൂണിറ്റി ഇല്ല, ഒത്തൊരുമയില്ല. അതാണ് ഇവരുടെ ആദ്യത്തെ പ്രശ്നം. അത് അവരോട്ടും മനസ്സിലാക്കുന്നുമില്ല. പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ്നിങ് ബർഗർ ഷോപ്പിൽ വരുന്നുണ്ട്. അവിടെ നിന്ന് ബർഗർ ഓർഡർ ചെയ്യാതെ ഇവള് കുറേ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തേക്കാണ്, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് മലകണക്ക് കൂട്ടി വെച്ച് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊറോട്ട പോകുമ്പോൾ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ കഴിക്കരുത്, നീ കഴിച്ചിട്ട് എന്ത് ജുത്സമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? അന്നമാതിരി ജുത്സൊന്നും യൂസ് ചെയ്യില്ല, മാറിപ്പോൾ പൊറോട്ട പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് തന്നെ നമ്മളുടെ സുക്കിയൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, സുബാക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ അങ്ങനെ നീ പറയുന്നത്? നിനക്ക് ഉള്ള ടീം മാത്രമാണോ നല്ലത്? സുബാക്കി അതും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്താ ഈ കൊച്ചിന് പറ്റിയെന്ന് ബൊറോട്ടയ്ക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാവില്ല. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ മിഷനും പടപടേന്ന് അവർ ചെയ്യുന്നുണ്ട്. അത്രയും കിടിലായിട്ട് മിഷൻസ് തീർക്കുന്നുണ്ട്. പടപടയെന്ന് അടുത്തടുത്ത മിഷൻ ചെയ്യുന്നത് കണ്ട് ഹന്നബിക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു മിഷൻ വരെയാണ് കൊള്ളക്കാരെ പിടിക്കുക. കൊള്ള അടിക്കാൻ വരുന്ന കള്ളന്മാരെ പിടിക്കുക എന്നതാണ് മിഷൻ. പക്ഷേ ഇവന്മാരെ പിടിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ടീം 15 പിടിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മിഷൻ ഫെയിലിയർ ആണ്. ഹന്നബിയാണ് വന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹൊക്കാഗെ മെൻഷൻ കാര്യമായിട്ട് വയർ നിറച്ച് കേട്ടിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഹന്നബി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, അടുത്ത് നിങ്ങൾക്ക് ടീം 5-ആയിട്ട് അസൈൻ ചെയ്യുന്ന മിഷൻ ക്യാൻസൽ ചെയ്തപ്പെട്ടു. കാരണം അതിനുള്ള തറവ് നിങ്ങൾക്കില്ല, യോഗ്യതയില്ലാത്തവന്മാർ ഇറങ്ങിപ്പോക്കോ എന്ന രീതിയിൽ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതാക്കി വിടുകയാണ്. അതായത് ഇവർ ചെയ്യുന്ന മിഷൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അതായത് ഇവർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആവണമെങ്കിൽ അവർക്കൊരു താല്പര്യം വേണം. പക്ഷേ ഇവർ അതിന് വേണ്ടിയിട്ടല്ല, ടീം 5-നോട് എത്രയും പെട്ടെന്ന് കോമ്പീറ്റ് ചെയ്യണം എന്നൊരിതിലാണ് ഇവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, ഇവർ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും മിഷൻ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ഉള്ളിലെ സ്ട്രെങ്ത് പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല. ഒത്തൊരുമ തീരെ ഇല്ലാത്ത ഒരു ടീം. ഇവർ ടീമാണെന്ന് തന്നെ പറയത്തില്ല. ഒറ്റയ്ക്ക് പോയി മിഷൻ ചെയ്യുന്ന 3 പിള്ളേർ. ഇതെന്നേ ഹനബി പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആവുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സുബാക്കി പോയിരുന്ന് കത്ത് ചെയ്യുന്നുണ്ട്.
ഉണ്ട് അമ്മയ്ക്ക് വേണ്ടി, ഞാൻ ഇവിടെ ഹാപ്പി ആണെന്ന രീതിയിലൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഡെങ്കിയും മെറ്റലിയും അതുപോലെ തന്നെ ഇവാബെ വന്നിട്ട് കളിയാക്കുകയാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് നിങ്ങളുടെ കൂടെ പോയി തോക്കേണ്ടി വരുന്നത്, പക്ഷേ ഞങ്ങൾ ആ മിഷൻ ജയിച്ചു കേട്ടോ, നിങ്ങളില്ലാത്തത് കൊണ്ട് ജയിച്ചു, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ തോറ്റു വരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ സുബാക്കിനെ ചൂട് കയറ്റാണ്. അങ്ങനെ സുബാക്കി ആകെ ടെൻഷൻ ആവുകയാണ്. അവൾ ടെൻഷനായ അവൾ ഉടനെ പോയിട്ട് എന്ത് കഴിക്കും? ഫ്രഞ്ച് ഫ്രൈസ്, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. അങ്ങനെ നമ്മളുടെ ലൈറ്റ്നിങ് ബർഗറിൽ പോയിട്ട് അത് കഴിക്കാൻ ചെല്ലുമ്പോൾ ബൊറൂട്ട അവിടെ വരികയാണ്. ബൊറൂട്ട എപ്പോഴും മീൽ കഴിക്കാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ബൊറൂട്ട പറയാണ്, ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും മീൽ കഴിക്കാൻ ഇവിടെ വരുന്നതെന്ന് അറിയോ? ഇവിടുത്തെ മീൽ പാക്ക് സൂപ്പറാണ്, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നീ എന്തേ മീൽ പാക്ക് എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം, നീ എന്നെ പാപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം, ഞാൻ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ട പറയണത്, ഓക്കെ നിനക്ക് നിൻ്റെ ഇഷ്ടം, പക്ഷേ ഞാനൊരു കാര്യം പറയാം, നീ ഒന്ന് ബർഗറും അതുപോലെ തന്നെ കോളയും അതുപോലെ തന്നെ നീ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തി അവളടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്, ആ തട്ടിപ്പൊളി കോമ്പോ. അപ്പോൾ ബൊറൂട്ട പറയണം, ഇത് എൻ്റെ വക ഗിഫ്റ്റായിട്ട് നീ വെച്ചോ, ഇങ്ങനെ വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാമെന്ന്. അപ്പോൾ അവൾക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി, അത് ഫ്രഞ്ച് ഫ്രൈസ് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത്, ആ ബർഗർ ആണെങ്കിൽ എന്താ അതിൻ്റെ ഫ്ലേവർ അതേ കണക്ക്, മറ്റേ കോളയാണെങ്കിൽ മാത്രം. അപ്പോൾ എല്ലാ ഫ്ലേവറും കൂടെ ഒന്നിച്ച് ചേരണം എന്ന രീതിയിൽ, അങ്ങനെ ചേർന്നാലായിരിക്കും സൂപ്പർ എന്ന് ബൊറൂട്ട പറഞ്ഞു കൊടുക്കുകയാണ്, പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഈ മണ്ടി കൊച്ചിനെ മനസ്സിലാവില്ല. മോട്ടിവേഷനൊക്കെ കൊടുത്ത് അതായത് സ്ഥലത്തിലേക്ക് വന്ന് ഉപവിഷ്ടരാകുമ്പോൾ സറാട ചോദിക്കുന്നുണ്ട്, മോനെ പാപ്പ ഒന്നും വാങ്ങിച്ചില്ലേ നീ എന്ന്. അപ്പം ബൊറൂട്ട പറഞ്ഞു, അത് ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ ഓർഡർ കൊടുക്കാൻ മറന്നു എന്ന്. ആ അതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ അതോടെ കൂടെ ഷെയർ ചെയ്ത് കഴിയുന്നുണ്ട്. അപ്പോൾ മിറ്റ്സുക്കിക്ക് മനസ്സിലായി ഇത് പറഞ്ഞാൽ സറാട മണ്ട അടിച്ച് തീർക്കുമെന്ന്. പക്ഷെ അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല, കാരണം സറാടയും നമ്മളുടെ സുബാക്കി അത്ര നല്ല ടേംസിലല്ലല്ലോ. അതിനുശേഷം സുബാക്കിയും വസബിയും നമ്മുടെയും കൂടെ ട്രെയിനിങ് എടുക്കുമ്പോൾ കുറു എന്ന് ഉറപ്പിച്ച. അങ്ങനെ അവരെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ കുറേ കള്ളന്മാർ കൊള്ളയടിച്ചിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അവർ നടന്ന സംഭവം പറയുകയാണ്, ഇയാളിങ്ങനെ വന്നപ്പോൾ കള്ളന്മാർ കൊള്ളയടിച്ചു. ഇയാൾ പറയുന്നുണ്ട്, ഇതൊരു മിഷനായിട്ട് ഞങ്ങൾ ലീഫ് ലേച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പയ്യന്മാർ വന്നു, അവർ ഞങ്ങളെ സഹായിക്കാൻ നോക്കി, പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. പക്ഷെ അവിടെ 10-35 കള്ളന്മാർ കൊള്ളയടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പിള്ളേർ അവരുടെ മുമ്പ് ട്രാപ്പായി എന്നാ തോന്നുന്നത്, അവരാകെ പെട്ട് നിൽക്കാന്നാ തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അത് കാരണം തന്നെ പെട്ടെന്ന് നമ്മളെ ടീം 15 നമ്മുടെ പോലീസിനെ അറിയിച്ചതിന് ശേഷം ഈ ടീം 5ന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് നമ്മളുടെ ഇവാബെ, ഡെങ്കി അതുപോലെ തന്നെ മെറ്റലിയാണ്. വസബി നമ്മുടെ അതുപോലെ തന്നെ നമ്മളുടെ സുബാക്കിനെ കണ്ടിട്ട് ഇവർ ഞെട്ടിപ്പോവാണ്. മറ്റേ അയാൾ പറഞ്ഞില്ലേ, അപ്പോൾ അയാൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് കുറച്ചുകൂടി താമസിച്ചിട്ടെങ്കിൽ ഇവരുടെ കാര്യം അതോ ഗതിയായി പോയാണ്. കാരണം അത്രയ്ക്കും വില്ലന്മാർ ഇപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഇവൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഈ ടീം 5 എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ടൊരു ഗ്യാപ്പില്ലാതെ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പോലും ഒരു അടി കൊണ്ടിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി അറ്റാക്ക് ചെയ്യാണ്. അവൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഡെങ്കിക്ക് നിഞ്ചും ടൈജും മാത്രം നല്ല രീതിയിൽ വരുന്നില്ല, പക്ഷേ അവർ നല്ല രീതിയിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇവരുടെ 2 പേരുടെയും കൺട്രോൾ ഇരിക്കുന്നത് ഡെങ്കിയുടെ കയ്യിലാണ്. നമ്മളുടെ മെറ്റലി നോക്ക്, നമ്മളുടെ ഇവാബയ്ക്ക് അത്ര രീതിയിൽ ടൈജിറ്റ്സു ആ ഒരു വരാത്തതുകൊണ്ട് മെറ്റലി അത് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മെറ്റലിലേക്ക് നിഞ്ചിറ്റ്സു വരാത്തതുകൊണ്ട് ഇവാബെ അത് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷനാണ്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നമ്മളുടെ ബൊറൂട്ട പറഞ്ഞത് നോക്കുമ്പോൾ ബർഗർ, കോള അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, യെസ് അത് വെച്ച് അവൾ പിന്നെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. അങ്ങനെ അവൾ കുറച്ച് കള്ളന്മാരെ വിളിച്ച് ഒരു സൈഡിൽ കൂടെ ഓടാൻ തുടങ്ങുകയാണ്. ഹിക്കൊക്കെ എന്തോ മനസ്സിലായതുപോലെ അവരും വേറെ സ്ഥലത്തോട് ഓടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് 2 ടീമായിട്ട് മാറി. ഇപ്പോൾ അവർ കുറച്ച് പേരെ ചേസ് ചെയ്യാണ്. അവൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പേപ്പർ ബോംബ് ക്യുനായിൽ കെട്ടിയിട്ട് ട്രാപ്പായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അതിൽ നിന്നും നമ്മളുടെ സുബാക്കിയാണ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഒച്ച പിള്ളേർക്ക് എന്താ ഇവിടെ കാര്യമെന്ന് അവർ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല, ഞാൻ ഈ സോഡ് എടുത്താൽ നീ ജീവനോടെ വീട്ടിൽ പോകത്തില്ല, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ പൊക്കോ എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല. അങ്ങനെ ക്യാറ്റ് സർപ്രൈസ് ജുട്സു നമ്മളുടെ ആര് യൂസ് ചെയ്യുന്നുണ്ട്, വസബി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആണെങ്കിൽ അവൾ കരയാനായിട്ടൊക്കെ പോവാണ്. അതേസമയം നമ്മളുടെ ആ ഒരു സോഡ് എടുത്ത് ഒരൊറ്റ വീശാണ്, അടപ്പട്ടലെല്ലാം തെറിച്ചു പോയി. മുമ്പ് പറഞ്ഞത് കണക്ക് തന്നെ എന്നോടാടോ കളിയെന്നും പറഞ്ഞ് നോക്കുന്നതും തന്നെ അവളെ മുണ്ട് പഠിച്ചിട്ട് ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കയറി നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് അലർന്നുണ്ട്. അടുത്ത് നിൽക്കുന്നതോടെ ചെവി ഫ്യൂസ് ആയി പോകുന്നുണ്ട്. അത് മാത്രമല്ല അവന്മാരുടെ ചെവി ഫ്യൂസ് ആയോ എന്തായി എന്നറിയത്തില്ല, മാതള നാരങ്ങയുടെ അവസ്ഥ കേൾക്കണം. അങ്ങനെ നമ്മളുടെ വസബി നമ്മുടെ സുബാക്കി ചേർന്നിട്ട് ആ ഒരു കാര്യം നല്ല കൃത്യമായിട്ട് തീർക്കാണ്. പക്ഷെ സുബാക്കിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അപ്പോൾ ഇത് കാണുന്ന ടീം 5 പറയാണ്, നിങ്ങൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു, ഇന്ന് നിങ്ങൾ ചെയ്തത് ഒന്നിച്ച് നിന്നൊരു പരിപാടിയാണ്, അത് നന്നായിട്ടുണ്ടായിരുന്നു. ഡെങ്കിയും പറയുന്നുണ്ട്, ഇതോടെ നിങ്ങളുടെ ചാർട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ നിൽക്കുകയാണ്. അതേസമയം വിവാബെ ആണെങ്കിൽ എന്നാലും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ, ഒന്നിനും കൊള്ളില്ല വസബി നിന്നെ പറഞ്ഞാൽ അങ്ങനെ പറയാണ്. അങ്ങനെ അവരുടെ ഫൈറ്റ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ഹിമവാറിനെയാണ്. ഹിമവാറി ഒറ്റയ്ക്ക് നമ്മളുടെ വില്ലേജ് ഫുള്ള് കിടന്ന് കറങ്ങുന്നേ. കൊച്ചാണെങ്കിൽ പോയിട്ട് വെപ്പൺസ് കടയിൽ നമ്മളുടെ ആരെ ടെൻറ്റ് കടയിൽ നോക്കുന്നുണ്ട്, ഇനോടെ ഫ്ലവർ കടയിൽ പോയി നോക്കുന്നുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്ന കടയിൽ പോയി നോക്കുന്നുണ്ട്, മാർക്കറ്റിൽ പോയി നോക്കുന്നുണ്ട്, വെജിറ്റബിൾ സ്റ്റോറിൽ പോയി നോക്കുന്നുണ്ട്, ഫാൻസി സ്റ്റോറിൽ പോയി നോക്കുന്നുണ്ട്, ഡ്രസ്സിൽ പോയി നോക്കുന്നുണ്ട്. എല്ലാ കടകളും കയറി ഇറങ്ങി വന്ന് തിരിച്ച് വീട്ടിൽ വരാണ്. അപ്പോൾ അവളൊന്നും വാങ്ങിച്ചിട്ടൊന്നും വന്നില്ല. അതിലൊക്കെ എന്ത് തോന്നുന്നു എന്ന് നമ്മളെ ഹന്നബി ചോദിക്കുകയാണ്. എനിക്കൊന്നും തോന്നുന്നില്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴേ തന്നെ നമ്മൾ തീരുമാനം എടുക്കണമല്ലേ എന്ന് നമ്മളെ ഹന്നബി എടുത്ത് ഹിമവാറി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഹിമവാറി എടുത്ത് പറയണം, എടേ ഈ സമയമാകുമ്പോൾ തന്നെ നീ ഒരു ഇത് എടുക്കണം, പക്ഷേ എൻ്റെ ആഗ്രഹം നീ ഒരു നിഞ്ചാവണം എന്നായിരിക്കും. നറോട്ടോടുത്ത്
ചോദിച്ചാലും നമ്മളെ ഹിനാച്ചയോട് ചോദിച്ചാലും അവരും നിനക്ക് ഒരു നിഞ്ച ആയി കാണണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നേ പറയത്തുള്ളൂ. കാരണം നിനക്ക് ബ്യാക്കുഗനുണ്ട്. അതെന്താ ചേച്ചി അങ്ങനെ ഒരു സംസാരം? അവൾക്ക് ബ്യാക്കുഗൻ ഉണ്ടെങ്കിൽ അവൾ നിഞ്ച ആയ പറ്റുന്നുള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാനായിട്ട് ബൊറൂട്ടോ പറയണം. നല്ലൊരു ചേട്ടൻ. എന്തായാലും ഞാൻ പറയുന്ന കേൾക്ക് നീ ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ ഉണ്ട്. ലൈക്ക് നമ്മളൊന്ന് വിളിച്ചിട്ട് സ്ക്രീനിങ് ഒക്കെ നടത്തില്ല അതുപോലെ. അപ്പോൾ നിനക്ക് അവിടെ ചെന്നിട്ട് അക്കാഡമിയെ പോയി നീ കണ്ടു നോക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ ചേരുന്നു. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോവേ വേണ്ട, പിന്നെ പറയില്ലെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഹിമവാരി ഹണ്ണബി പറഞ്ഞത് പോലെ അക്കാഡമിയിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇറുക സെൻചെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെൽക്കം സ്പീച്ചൊക്കെ കൊടുത്ത് ഇത്രയും പിള്ളേർ വന്നതിൽ വളരെ സന്തോഷം എന്ന് പറയുമ്പോൾ ആരും ഷിനോ നോക്കുന്നത് ആകെ 3 പിള്ളേരേ ഉള്ളൂ. അപ്പോൾ അതിൽ വയലറ്റ് മുടിയിരിക്കുന്ന പെണ്ണിൻ്റെ പേരാണ് യുയിന ഇറ്റോമാക്കി. അപ്പോൾ അവൾ ഇറ്റോമാക്കിലാണെന്നാണ്. അപ്പോൾ അവൾ അത് സംസാരിക്കുന്നുണ്ട്. അവൾക്ക് നിഞ്ച ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അടുത്തത് എഹോ നൊറിമാക്കിയാണ്. അപ്പോൾ ഞാൻ എഴുതി കഴിയുന്നുണ്ട് എഹോ നൊറിമാക്കിയാണ്. അപ്പോൾ അവനും നിഞ്ച ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഹൊക്കാക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിമവാരി പതുക്കെ ലാസ്റ്റാണ് അവൾക്ക് എന്തായാലും ടേൺ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റാണ് പറയുന്നത് എൻ്റെ പേര് ഹിമവാരി ഉസ്മാക്കി എന്ന് പറയാണ്. ഓ ഉസ്മാക്കി ഹൊക്കാഗയുടെ ക്ലാൻ അല്ലേ, അപ്പോൾ നീ ആരായിട്ട് വരുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരു മോളായിട്ട് വരും എന്ന് പറയാണ്. എന്നെ അപ്പോൾ നിൻ്റെ ചേട്ടനാണോ ബൊറൂട്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ എൻ്റെ ചേട്ടനാണ് ബൊറൂട്ടോ, എൻ്റെ അച്ഛനാണ് നറൂട്ടോ, അമ്മയാണ് ഹൈനാറ്റ എന്നൊക്കെ പറയണം. അപ്പോൾ അവർ കേൾക്കുമ്പോൾ ഭയങ്കര അവർക്ക് ഇൻട്രസ്റ്റിംഗ്. കാരണം ഇവർ ഇങ്ങനെ ഒരു സാധനത്തിന് നേരിട്ട് കണ്ടിട്ടില്ല. അവളങ്ങനെ നോക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കുന്നതായിട്ട് ഹിമവാരി പറയണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഞാൻ എങ്ങനെയാണോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് കാണുമ്പോൾ ഷിനോക്ക് തോന്നുകയാണ് നറൂട്ടോയുടെ മുകളിൽ തന്നെയെന്ന്. കാരണം ഇതുപോലെയാണല്ലോ അവനെ നിൽക്കുന്നത്. അങ്ങനെ ഇവർക്ക് കുറച്ച് ട്രയൽ സംഭവങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ആദ്യത്തെ താണിങ്ങനെ ചാടി പോകണം, മരത്തിൻ്റെ കുറ്റിയുടെ മണ്ടയിൽ ചാടി പോകണം. ആദ്യം നമ്മുടെ എഹോയാണ് പോകുന്നത്. പക്ഷെ അവനെ തോപ്പിച്ചുകൊണ്ട് ഹിമവാരി പോവാണ്. കുറേ അധികം മുമ്പിലായി ഹിമവാരിയാണ് ആദ്യം എത്തുന്നത്. പിന്നെ യുയിന അവൾക്ക് അത്ര ഇതിലില്ല. അപ്പോഴത്തേക്കും അവൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഹിമവാരി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഷിനോ പറയുന്നുണ്ട്. ഹൊക്കാഗയുടെ മോളല്ലേ അവൾ ചെയ്യുമെന്ന് എഹോയും പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ബോഡി ബാലൻസ് ചെയ്ത് ചക്ര ഡിഫ്യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. നമ്മുടെ ഹിമവാരി നോക്കുമ്പോൾ ഒരു 3-4 സെക്കൻഡ് അവളെ കൊണ്ട് പറ്റുന്നുണ്ട്. അത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. അക്കാഡമി പോലും പോകാത്ത അവൾ അത്ര ചെയ്യുന്നില്ലേ. അതിൽ തന്നെ നമ്മുടെ എഹോയും യുയിനെയും ഒന്നും ചെയ്തില്ല. കാരണം അവർക്ക് അത് അത്ര നല്ല രീതിയിലുള്ള ടാസ്ക് ആയിട്ട് തോന്നിയില്ല. അതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചക്ര അങ്ങനെ ബാലൻസ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഹിമവാരി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ക്ഷീണമെന്ന് ഷിനോ പറയാണ്. എന്നിട്ട് ഇവരെയും കൊണ്ട് അടുത്ത ഇതിന് പോവാണ്. അപ്പോൾ ആ ടാർഗറ്റിൽ കുറി കൊണ്ട് നമ്മൾ എറിയണമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും മെഹറും അതുപോലെ തന്നെ ഹിമവാരിയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എഹോ ആണെങ്കിൽ നീ പോകുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ ഷിനോബുണ്ട്, നീയാണ് എൻ്റെ ഒരു എന്താണ് ഒരു റിവ്യൂ, ഞാൻ എപ്പോഴും നിന്നെ ബീറ്റ് ചെയ്യാനായിരിക്കും നോക്കിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഹിമവാരി പറയാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എൻ്റെ ഡെസ്റ്റിനി എന്താണെന്ന്. കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഒന്നിനോടൊന്ന്. അപ്പോൾ നീ ഷിനോബി ആവുന്നില്ലേ, ഹൊക്കാഗയുടെ മോളെ നീ ഷിനോബി ആകുന്നില്ലേ എന്ന് ചോദിക്കണം. അതെനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ മത്സരിക്കാനും എനിക്ക് വയ്യ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ആ രഹോ പോവാണ്. അടുത്തതായിട്ട് അൻകോയാണ് വരുന്നത്. അൻകോ പറയുന്നത് നിങ്ങൾ ഒരു ടാസ്ക് തരാം, അത് നിങ്ങളുടെ പൂച്ചയെ പിടിക്കാനാണ്, നിങ്ങൾ പോയിട്ട് അതിനെ പിടിച്ചിട്ട് വരണമെന്ന്. ഹിമവാരെ കണ്ടതും നമ്മളുടെ അൻകോയ്ക്ക് മനസ്സിലായത് നറൂട്ടോടെയും അതുപോലെ തന്നെ ഹിനാറ്റയുടെയും മോളാണ്. അതിനുശേഷം നമ്മൾ ഇറൂക്കയുടെ അടുത്ത് പോയിട്ട് ഷിനോ സംസാരിക്കുകയാണ്. ഇറൂക്ക പറയാണ് എനിക്ക് നല്ല കൊതിയാവുന്നുണ്ട്, ഇപ്പോൾ ഹിമവാരിനെ കണ്ടപ്പോൾ എനിക്ക് നറൂട്ടോനെ പഠിപ്പിച്ചതൊക്കെ ഓർമ്മ വരികയാണ്, അതുകൊണ്ട് തന്നെ എനിക്കും കൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റൂലല്ലോ എന്ന് പറയാണ്. എന്തിനെന്താ വന്നോ എന്ന് പറയാണ്. അങ്ങനെ പൂച്ചയുടെ പടം കാണിച്ചിട്ട് അൻകോ ഇവരെ 3 പേരെയും 3 ഇത് കൊടുത്ത് പറഞ്ഞു വിടാണ്. ഇത് മൂന്നും നമ്മളുടെ പടക്ക് പോലെയാണ്. അതായത് ഇങ്ങനെ കത്തിക്കുമ്പോൾ ഇതിൻ്റെ സംഭവം പോയി കാണിച്ചിട്ട് ഇവർക്ക് ഹെൽപ്പ് വേണമെന്ന് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ 3 പേരും ഒന്നിച്ച് ഡിസ്ക്വാളിഫൈഡ് ആവും, വേറെ ടീമിനെ പറഞ്ഞ് മിഷന് വിടും. അപ്പോൾ നമ്മുടെ ഇറൂക്കയും അതുപോലെ തന്നെ നമ്മുടെ ഷിനോയും ഇവരെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പൂച്ചയെ തെരയുന്നുണ്ട്. ഹിമവാരി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങ് ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ പോകാൻ നിൽക്കുമ്പോൾ യഹോ ആണെങ്കിൽ പോയി ഒരു തേനീച്ച കൂട്ടി കല്ലെറിഞ്ഞ് ഉള്ള തേനീച്ച എല്ലാം കൂടെ ഇവരെ പൊതിയുന്നുണ്ട്. ഇവർ തേനീച്ചിനെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുറ്റിച്ചടിക്ക് പിറകിലാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ ആയാലും കുറച്ച് നേരം അവർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹിമവാരി ആണെങ്കിൽ പോപ്പർ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഹോ ഇറങ്ങി വന്ന് ഭയങ്കര വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹിമവാരിക്ക് നിനക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ നീ എന്താണെന്ന് ചെയ്യണം, വീട്ടിൽ ഇരിക്കണം, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഷിനോബി ആവണമെന്ന് പറയണം. യുയിനെയും അത് തന്നെയാണ് പറയുന്നത്. ഹിമവാരി ക്ഷമിക്കണം, പക്ഷേ എനിക്കും അതാണ് ആഗ്രഹം, നീ അത് പൊട്ടിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെയും ചൂസ് ചെയ്യില്ലായിരുന്നു, അത് നീ ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 2 പേരും ഇവളുടെ മേലെ പഴി പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇറൂക്കിക്ക് പാവം തോന്നുകയാണ്. പണ്ട് നറൂട്ടോയുടെ മണ്ടയ്ക്കും ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും. പക്ഷേ ഇവിടെ ഹിമവാരി നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇറൂക്ക നേരെ വന്നിട്ട് ഹിമവാരിയോട് പറയുന്നുണ്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടനായിട്ടുള്ള ഒരു ചക്ക ഉണ്ടായിരുന്നു, അവൻ ഇപ്പോൾ ഏത് നിലയില്ലാന്നറിയോ, അതാണ് അതായത് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴൊന്നും അല്ല, പക്ഷേ അത് തോന്നും, നിനക്ക് എന്തായാലും നിന്നെക്കൊണ്ട് പറ്റും, നീ എന്തായാലും അവരെ അവരുടെ മുമ്പ് തോറ്റു പോകരുതെന്ന് പറയണം. ഇല്ല ഞാൻ തോറ്റു പോകില്ല, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കൂലെന്ന് പറയണം, ഞാൻ വിട്ടുകൊടുത്താൽ നോക്കി ഞാൻ അവന്മാരുടെ റിവെഞ്ച് എടുക്കുമെന്ന് പറയണം. ഈ സംസാരം കേൾക്കുമ്പോൾ നറൂട്ടോയുടെ 10 ഗുണം 10 ഗുണമെന്ന് നമ്മൾ ആര് പറയണം, ഇറൂക്ക പറയണം. കാരണം നമ്മൾ പയ്യനും ഇങ്ങനെ അല്ലായിരുന്നോ, എല്ലാത്തിനും ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ റിവെഞ്ച് എടുക്കുമെന്ന് പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ അതേ ഡയലോഗ് പറയുന്നു. അപ്പോൾ എന്തോന്ന് പറഞ്ഞിട്ട് ഇറൂക്ക നിൽക്കുകയാണ്. അങ്ങനെ ഹിമവാരിയും പൂച്ചേനെ പിടിക്കാൻ പോവാണ്. അങ്ങനെ ആ പൂച്ചേനെ ഓൾറെഡി എഹ്നോയും അതുപോലെ തന്നെ യുയിനെയും ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ എഹോയും യുയിനെയും പിടിക്കാൻ ചിക്കുമ്പോൾ ആ പൂച്ച ഇരിക്കുന്നത് ഒരു കിണറ്റിൻ്റെ മണ്ടയിലാണ്. അത് ശ്രദ്ധിക്കാതെ 2 കൂടെ എടുത്ത് ചാടി കൊടുക്കുന്നുണ്ട്. കിണറ്റും പൊത്തി 2 കൂടെ അകത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഹിമവാരി വരുമ്പോൾ ഒന്നും കാണാനില്ല, അവർ ആണെങ്കിൽ വിളിക്കുന്നുമില്ല കേട്ടോ ഈ പിള്ളേർ. അങ്ങനെ ലാസ്റ്റ് ഹിമവാരി വ്യാക്കുകൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഹിമവാരി പറയുന്നുണ്ട് ഞാനും വരട്ടെ നിങ്ങളെ സഹായിക്കാമെന്ന്. അപ്പോൾ എഹോ പറയുന്നുണ്ട് നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ ഞങ്ങളെ കൊടുക്കാൻ നോക്കിയാൽ
ഉണ്ടാക്കിയതാണ്, നീ കൊള്ളത്തില്ല, നിന്റെ സഹായം വാങ്ങിക്കുന്നത് ഞാൻ വേറെ വല്ലതും ചെയ്യുന്നതാണ്, ഞാൻ ഇവിടെ തന്നെ കിടക്കോളെന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുമ്പോൾ യഹോവൻ്റെ അടുത്ത് പറയാനായിട്ട് ഹിമവാർ ചാടുന്നുണ്ട്. നീ എന്ത് കണ്ടിട്ട് ചാടിയെന്ന് യഹോ ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഹിമവാർ എന്ത് ചെയ്യാണ്, ഇവർ 3 പേരെ ഇരുത്തിയിട്ട് ഒരു രീതിയിൽ കൺവിൻസ് ചെയ്തിട്ട് പൂച്ചനെ തലയ്ക്കും വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ബാലൻസ് ചെയ്ത് കയറി പോവാണ് ചക്ര. അപ്പോഴത്തേക്കും ഒരു രീതിയിൽ അവർ പുറത്തെത്തി. അപ്പോഴത്തേക്കും യഹോ ആണെങ്കിൽ ഭയങ്കര ബഹളം, നീ ഇങ്ങനെയാണ് അങ്ങനെയാണ്, നീ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടുപോയത്, നീ വന്നിട്ട് കുഴപ്പമില്ലായിരുന്നൊക്കെ. അപ്പോൾ യുയിനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാവരും കൂടെ നിന്നുകൊണ്ടല്ലേ എന്ന രീതിയിൽ. അങ്ങനെ പൂച്ച പിടിക്കൽ മിഷൻ കംപ്ലീറ്റ് ചെയ്തതോടെ ഹിമവാർക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു മിഷൻ സക്സസ്ഫുൾ ആയി, നമ്മൾ തിരിച്ചു വരുന്നത് എത്ര രസമുള്ള കാര്യമാണെന്നറിയോ അമ്മ എന്ന് പറഞ്ഞ് ഇതിനകത്ത് എടുത്ത് പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്ക് അത്രയും നേരം ടെൻഷനാണ്, പക്ഷെ അത് തീരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മൾ എന്തോ ചെയ്തു എന്നൊരു ഫീൽ. അപ്പോൾ ബോറോട്ട് പറഞ്ഞു അങ്ങനെയുണ്ടോ എന്ന്, എനിക്ക് നിന്നോടും കുറേ കാര്യം ചോദിക്കാണെന്ന് ബോറോട്ടോട് നോക്കി പറയണം. അപ്പോൾ ബോറോട്ട് ചോദിക്കുന്നതുകൊണ്ട് നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പം നമ്മളെ ഹിനാറ്റ് പറയുകയാണെങ്കിൽ ഷിനോബി അവൻ തീരുമാനിച്ചു വന്ന്, ഇല്ല അമ്മ, പക്ഷെ എനിക്ക് എല്ലാ കടയിലും ജോലി ചെയ്യണമെന്നുണ്ട്, കൊറിയർ സർവീസ് ജോലി ചെയ്യണം, അതുപോലെ തന്നെ സയൻറ്റിഫിക് നിഞ്ച ടൂൾ അങ്ങനെയുള്ള സംഭവത്തിൽ ജോലി ചെയ്യണം, അതുപോലെ തന്നെ മെഡിക്കൽ അതിൽ പോയി നോക്കണം, പിന്നെ ഷോപ്പ് ഇട്ട് നോക്കുന്ന അതിൽ നോക്കണം, ബിസിനസ് നോക്കണം, അങ്ങനെ എല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടതില്ലേ ഞാൻ പോകുള്ളൂ പറയണം. അതെന്തായാലും നന്നായി എന്ന് നമ്മൾ ഹിനാറ്റയും പറയുന്നുണ്ട്. അതിനുശേഷം ബൊറൂട്ടോയുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് ബൊറൂട്ടോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം നല്ല മഴയാണ് പുറത്ത്. മിറ്റ്സുക്കി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് ഓടി വരാണ്. ഈ പൂച്ചക്കുഞ്ഞെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, നമ്മളുടെ മിക്കച്ചുക്കി. അപ്പോഴത്തേക്കും അതിനെ കണ്ടത് മിറ്റ്സുക്കി എടുത്തിട്ട് താലിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ വിളിച്ചിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ സാമിഡാറെ എന്ന് പറയുന്ന ഒരുത്തനെ വയറ്റിൽ കുത്തേറ്റ് കിടക്കുകയാണ്. മിറ്റ്സുക്കി കാര്യമൊന്നും തിരക്കുന്നില്ല. അയാൾ ബോധം പോയതുകൊണ്ട് തന്നെ എടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ എണീറ്റിട്ട് മിറ്റ്സുക്കിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ്, ഇങ്ങനെ കുത്ത് കിട്ടിയതാണെന്ന് പറയാണ്. പക്ഷേ മിറ്റ്സുക്കി അങ്ങോട്ടൊന്നും ചോദിക്കില്ല, അത് എന്തിനാ കുത്ത് കിട്ടിയത്, എന്താ ചെയ്തതെന്ന് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവൻ ചോദിക്കും അതെന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്, അത് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിങ്ങൾ പറയാതിരിക്കുന്നത് എന്ന് അവൻ പറയാണ്. അപ്പോൾ മിറ്റ്സുക്കിയുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എൻ്റെ പേര് പറയാണ്, ലൈക്ക് എൻ്റെ പേര് സാമിഡാറയാണെന്ന് പറയണം. മിറ്റ്സുക്കി പറയണ നല്ല പേര്. അപ്പോഴത്തേക്കും ഈ പൂച്ചയുടെ പേരെന്താണെന്ന് സാമിഡാറെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയണം മിക്കച്ചുക്കി എന്നാണെന്ന്. മിക്കച്ചുക്കി എന്നാണോ ഈ പൂച്ചയുടെ പേര് എന്നും പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് ആ പൂച്ചേനെ എടുത്ത് വെച്ച് താലിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ടൊരു മണി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, കിണിന്ന് അത് കിളിക്കൊണ്ട് നടക്കുന്നുണ്ട്. പൂച്ചേനെ നന്നായിട്ട് നോക്കണേന്ന് മിറ്റ്സുക്കി എടുത്ത് പറഞ്ഞിട്ട് മിക്കച്ചുക്കിനെ അവിടെ ആക്കിയിട്ട് സാമിഡാറെ പോവാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സാറാടേയും വന്നിട്ടുണ്ട്. അവർ വന്നേക്കുന്നത് ഒരു മിഷനുമായിട്ടാണ്. അതായത് നെക്കി എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് കമ്പനിയിലെ ഒരാളാണ്. അപ്പോൾ അയാൾക്കെതിരെ ഒരു ഇത് വന്നിട്ടുണ്ട്. അയാൾ മുമ്പ് എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളെല്ലാം നിർത്തിവെച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, നിർത്തിവെച്ചെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ അയാൾക്ക് എന്തോ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയണം. അങ്ങനെയുള്ള ആൾക്കാരെ കുറേ പേരെ കൊന്നതായിട്ട് നമ്മളുടെ കൊട്ടാറോ പറയുന്നുണ്ട്. ഇവിടെ ബൊറൂട്ടോ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇവിടെ വരെ കൊന്നല്ലേ, അതെല്ലാവരും ഈ കോർപ്പറേഷൻ്റെ ഒരു ഹെഡ് ആ ഒരു രീതിയിൽ വരുന്ന കൺട്രോൾ വരുന്ന ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരാളാണ് ആര്, ഈ കനേക്കി. അപ്പോഴത്തേക്കും കനേക്കിക്ക് എന്താണ് ഇപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്നാണ് നമ്മുടെ പിള്ളേരുടെ ഉദ്ദേശം. പക്ഷേ അയാൾ പറയുന്നത് അയാൾക്ക് ആരും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. സോ അയാൾ പോലും അറിയാതെ അയാൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇത് കൊന്നവരെ പിടിക്കാനാണ് പ്ലാൻ. അങ്ങനെ അവിടുത്തെ മുത്തശ്ശിയൊക്കെ പോയി കാണുന്നുണ്ട്. അയാൾ ഇവിടെയും എന്ന് പറയുന്നുണ്ട് വേണ്ടാന്ന്. ലാസ്റ്റ് ഓടിൻ്റെ മണ്ടയൊക്കെ ഇരുന്ന് ഒളിച്ചു നോക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്യാണ്. ഇതുപോലൊരു മഴ അവർ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആരോ ക്രിയേറ്റ് ചെയ്തതുപോലെ ചെറുതാണ് മഴ പെയ്യാണ്. അത്രയും മഴ പെയ്യുമ്പോൾ ആരൊക്കെയോ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ മിറ്റ്സുക്കി, സറാഡ, ബൊറൂട്ടോ എല്ലാവരും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസ്ക് ഇട്ട ഒരാൾ ഇങ്ങനെ വരികയാണ്. അത് നമ്മളുടെ കന്നേക്കിനെ പിടിക്കാൻ നോക്കുകയാണ്. കന്നേക്കിനെ പിടിക്കാൻ വന്നപ്പോൾ ബൊറൂട്ടോ ഓടിച്ചെന്നതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല. അയാളെ കുത്താൻ സമ്മതിക്കാതെ പോയി. കുത്തുകൊണ്ട് പക്ഷേ വലിയ രീതിയിലൊന്നും ഏറ്റിട്ടില്ല. അതേസമയം നമ്മളെ മിറ്റ്സുക്കി സ്നേക്കിനെ യൂസ് ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്. സറാഡയോട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നോക്കും, ഞാനിവിടെ നോക്കാമെന്ന്. എന്നിട്ടും മിറ്റ്സുക്കിയുടെ കയ്യിൽ നിന്ന് അയാൾ വഴുതിപ്പോയി. അത്രയും സ്മാർട്ടായിട്ടുള്ള ആരാണെന്നാണ് സറാഡ ഓർക്കുന്നത്. കാരണം മിറ്റ്സുക്കി സെറ്റ് ചെയ്യുന്ന ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റും. അപ്പോഴത്തേക്ക് മിറ്റ്സുക്കിക്ക് എന്തോ ഒന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ആയിട്ടുണ്ട്. അവൻ പറയുകയാണ് നിങ്ങൾ ആരും മഴയത്ത് ഇറങ്ങരുതെന്ന് പറയാൻ. കാരണം അവൻ മഴ എന്തോ ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം മിറ്റ്സുക്കിക്ക് ഒരു രീതിയിലും അവൻ്റെ അറ്റാക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവൻ എന്ന അറ്റാക്ക് കൊള്ളുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മിറ്റ്സുക്കി എന്നത്തെയും പോലെ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. അപ്പോഴത്തേക്കും സാമിഡാറിനെ കാണാണ്. നീ പോയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം ഇല്ല, ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ കാണും, എനിക്ക് അത്യാവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്ത്. സാമിഡാറിയുടെ കാലിൽ കിടക്കുന്ന ഷൂസ് കണ്ടിട്ട് നമ്മൾ മിറ്റ്സുക്കി ചോദിക്കുകയാണ് നീ നിഞ്ചയാണോ അതോ ഷിനോബിയാണോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണം ആയിരുന്നു, ഒരിക്കൽ ആയിരുന്നു, പക്ഷേ ഇതിന് ശേഷം നമ്മളുടെ മിറ്റ്സുക്കി കോട്ടറോട് അടുത്തേക്ക് പോകുന്നുണ്ട്. അവരിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ കന്നക്കിയുടെ അടുത്താണ്. കാരണം കന്നക്കി ഇപ്പോൾ പെർമിഷൻ കൊടുത്തവർ കൂടെ നിൽക്കാനായിട്ട്. കാരണം അവർക്ക് മനസ്സിലായി ജീവന ഭീഷണിയാണ്. അങ്ങനെ ബൊറൂട്ടോ എന്താണ് പറയുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പിടിയുമെന്ന്. അപ്പോഴത്തേക്ക് മിറ്റ്സുക്കി പറയാണ് എനിക്ക് പഴയ കേസ് ഫയൽസ് ഒന്ന് തരാൻ പറ്റുമോ, കണ്ണക്കിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ നടത്തുന്ന ആ കമ്പനിയിൽ കുറച്ചധികം ആൾക്കാർ കുറേ നാൾ മുമ്പ് ഫയർ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇത് അവരുടെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു രീതിയിലുള്ള സഹായവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ആ കുറ്റം പുറത്ത് പോലും പറഞ്ഞിട്ടില്ല, ആരൊക്കെ മരിച്ചു എന്ന് ലിസ്റ്റ് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ പോലീസിൻ്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ആ കേസ് അങ്ങനെ തേഞ്ഞ് മാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവാണ്. അതിൻ്റെ ഹെഡായിട്ട് നിന്ന് ആ ഒരു സ്ഫോടനം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഹെഡായിട്ട് നിന്ന ആൾക്കാരെയാണ് കൊന്നേക്കുന്നത്. ഈ
കന്നകയാണെങ്കിൽ അവിടുത്തെ മെയിൻ ആളാണ്. അങ്ങനെ മിത്സുക്കി അവിടെ കന്നകയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സറാടത്തും ബൊറൂട്ടോയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്തോ ഒരു ബഹളം കേട്ട് ഇവരെല്ലാവരും പുറത്തേക്ക് നോക്കുമ്പോൾ കന്നകീനെ ആരോ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാം നോക്കുമ്പോൾ അവിടെ മഴയൊന്നുമില്ല. നമ്മളുടെ മിത്സുക്കിക്ക് തന്നെ കൺഫ്യൂഷനായി. മഴയായിരുന്നല്ലോ, മഴ സമയത്ത് മാത്രം വരുന്നൊരു സീരിയൽ കിളറെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ മഴയില്ലാത്തപ്പോൾ വന്നു. അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. അത് ആരാ ആ സീരിയൽ കിളറെന്ന് നമ്മളിപ്പോൾ കാണിക്കുകയാണ്. അത് വേറെ ആരുമല്ല, സാമിഡാറയാണ്. മിത്സുക്കി ഒരു പേപ്പർ നോക്കിയിട്ട് പേടിച്ചിട്ടില്ലായിരുന്നോ? മിത്സുക്കിയും ആ ഒരു പേപ്പറിൽ കൊടുത്തിരുന്ന അഡ്രസ്സിൽ വന്ന് നോക്കുകയാണ്. അത് നമ്മളുടെ സെമിത്തേരിയ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോഴത്തേക്കും അവിടെ ഇവൻ ചോദിക്കുകയാണ്, നീ എങ്ങനെ കണ്ടുപിടിച്ചു ഞാനിവിടെ ഉണ്ടെന്ന് എന്ന് സാമിഡാറ ചോദിക്കുകയാണ്. മിത്സുക്കി പറയാണ്, എനിക്ക് മനസ്സിലാക്കി. അതായത് മിക്കാസുക്കി എന്ന പേര് നീ കേട്ടപ്പോഴേ നീ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിൻ്റെ അനിയത്തിക്കും ഈ പേരാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിൻ്റെ അനിയത്തി എവിടെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഞാൻ കേസ് ഫയൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിൻ്റെ അനിയത്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കല്ലും നെല്ലും തിരിച്ചറിയാതെ നമ്മളുടെ സാമിഡാറ എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ മിത്സുകിയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ജുട്സ് യൂസ് ചെയ്ത് അവിടേക്ക് മഴ കൊണ്ടുവരുന്നുണ്ട്. വാട്ടർ റിലീസ് ഫാളിങ് റെയിൻ നീഡിൽസ് എന്ന ടെക്നിക്കാണ് അവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നിക്കിനെ പറ്റി മിത്സുക്കി മുമ്പ് കേട്ടിട്ടുണ്ട്, എന്നാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാവാണ് ഈ ഓരോ മഴത്തുള്ളിയും ഒരു നമ്മുടെ സൂചി പോലെയാണ് വരുന്നത്. അത് സാമിഡാറയുടെ പുറത്ത് തന്നെ കുത്തി കയറി സാമിഡാറ തന്നെ മരിച്ചു പോവാണ്. എന്നാലും മിത്സുക്കി സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സാമിഡാറയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ മരിക്കാൻ വിടത്തില്ലെന്ന് മിത്സുക്കി പറയുന്നുണ്ട്. അതിനുശേഷം ബൊറൂട്ടോനെ സറാഡനെ കാണിക്കുകയാണ്. അവർ പറയുന്നുണ്ട് മിത്സുക്കി ഹോസ്പിറ്റലിൽ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അതേസമയം ചോജിനെ കാണിക്കുകയാണ്. ചോജിയാണെങ്കിൽ ചോജോയ്ക്ക് ബട്ടർഫ്ലൈ മോഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ചിത്ര സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ചോജോ ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നും ചോജോയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ചോജോ ചെയ്ത് ഇപ്പം കഴിച്ച എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഉടനെ അവൾ എന്ത് ചെയ്യണം, പഴയതുപോലെ ആവുകയാണ്. ഇപ്പോൾ അവളത് ചെയ്ത് കാണിക്കുന്നുണ്ട്, എന്നിട്ട് ഉടനെ ചിപ്സ് കഴിക്കുമ്പോൾ പഴയതുപോലെ ആവുന്നുണ്ട്. ചോജി പറയുന്നത് അത് കംപ്ലീറ്റ്ലി ശരിയാവാത്തതുകൊണ്ടാണ്, നീ ചെയ്യുന്നതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നതെന്ന്. അങ്ങനെ ഇവർ പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം കഴിക്കുന്നുണ്ട്. എൻ്റെ പേരെന്ത് പറഞ്ഞു, നമ്മളുടെ സ്വീറ്റ് ബീൻ സൂപ്പ്, നമ്മളുടെ ബൊബാറ്റിയാണൊക്കെ ഇരിക്കും അങ്ങനെ കാണാൻ. അപ്പോഴത്തേക്കും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോജിനെ എമർജൻസി ആയിട്ട് ഹൊക്കാഗെ വിളിച്ചുകൊണ്ട് ചോജി അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ അൻകോ വരെയാണ്. അൻകോ വരുമ്പോൾ ഇത് ചോജോ ഇത് ഫുള്ള് കഴിച്ചു തീർത്തു, എനിക്കും കൂടെ ഇത്തിരി വാങ്ങിത്തരാമോ, ഒത്തിരി പറയുമോ എന്ന് പറയുമ്പോൾ ഒരു 3 പ്ലേറ്റും കൂടെ വേണമെന്ന് നമ്മളുടെ ചോജോ പറയാണ്. അയ്യോ മോളെ, ഇനി എടുക്കാനില്ല, കാരണം എന്ത് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ സ്വീറ്റ് ബീൻസ് എല്ലാവരും മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. കള്ളന്മാരെ കൊള്ളയടിക്കാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവന്മാരെ മറിയിടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെന്തോ ചെയ്യുന്നു, പുഴുങ്ങി തിന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ പുഴുങ്ങി തിന്നല്ല മോളെ, ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, മറിച്ച് വിൽക്കും. മറിച്ച് വിറ്റിട്ട് അവർ ആ പൈസ ഇരട്ടി, അതായത് ഇപ്പോൾ 50 രൂപയുടെ സാധനം കൊണ്ട് 1000 രൂപയ്ക്ക് കൊണ്ട് വിൽക്കും. കാരണം ഇത് വേറൊരു രീതിയിലും അവർക്ക് കിട്ടാനില്ല. ലൈക്ക് ആ കടക്കാർക്ക് വേണമെന്നുള്ള കടക്കാരെ എങ്ങനെയായാലും വാങ്ങൂലേ, എത്ര അത്യാവശ്യം വരും, അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അത്രയ്ക്കായോന്നും പറഞ്ഞ് നമ്മുടെ ചോജോയും അൻകോയും കൂടെ അന്ന് തന്നെ വൈകുന്നേരം പോകുന്ന വണ്ടിയിൽ പോയിട്ട് രാവിലെ തിരിച്ചു വരുമ്പോൾ അവർ കൂടെ വരികയാണ്. അപ്പോൾ ഈ ചാക്കിന് നല്ല സൈസുണ്ട്, അൻകോയും ചോജോയും ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ കള്ളന്മാർ വിചാരിക്കും, ഓ പൊളി, ഇന്ന് കൊള്ളയടിക്കാൻ ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് അവന്മാർ ചാടി ഇറങ്ങുമ്പോഴാണ് അൻകോയും അതുപോലെ തന്നെ ചോജോയും ഇറങ്ങിയിട്ട് ആടാ നീ എന്ന് ചോദിക്കുന്നത്. ഈ സ്കൂബയ്ക്ക് പോണ കണ്ണാടി ഇട്ട് വെയിലത്ത് നിൽക്കുന്ന ഇവന് അൻകോനെ മുമ്പേ അറിയാം. ഓ ഉറൂച്ചുമാരുടെ സ്റ്റുഡൻ്റ് അല്ലേ നീ, നിന്നെ എനിക്കറിയാമെന്ന് പറയാണ്. അറിയാം, അങ്ങനെ മനസ്സിൽ വെച്ചാലെന്ന് പറഞ്ഞാൽ അൻകോ ഇരിക്കുകയാണ്. അങ്ങനെ അൻകോ ചവിട്ടിപ്പൊളിച്ച് വന്ന് ആദ്യം ക്യുനൈസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ചോജോയും അത് തന്നെ ചെയ്യാണ്. ഇതിന് ഒരരിമണി പോലെ നിനക്ക് ഇന്ന് തരത്തിലിടാന്ന് പറയാണ്. അത് മാത്രമല്ല, അടിപൊളി കിടിലനായിട്ട് ഇവർ നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അൻകോ വേറെ ലെവലാണെന്നാണ് ഈ സ്കൂബക്കാരൻ വിചാരിച്ചേക്കണം. അൻകോനെ ചുറ്റി പിടിച്ചിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സോഡ് വെച്ച് ബൈൻഡ് ചെയ്ത് പിടിച്ച് അത് ലൈറ്റ്നിങ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് അൻകോയ്ക്ക് നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ളവന്മാർ ഈ സാധനം, ഈ ബൊബാട്ടി പോലത്തെ നമ്മളുടെ എന്താണ് സ്വീറ്റ് ബീന് തള്ളിയിടുകയാണ്. അത് പിടിച്ച് താഴെ ഇറക്കുന്നത് ചോജോയാണ്. അതും ബട്ടർഫ്ലൈ മോളിപ്പോയി. ചോജോനെ കൊണ്ട് ഈ ബട്ടർഫ്ലൈ മോഡ് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചോജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമൊന്നൊരു സമയം വരും, അപ്പം നീ അത് തനിയെ പഠിച്ചോളൂ. അങ്ങനെയാണ് ഞാൻ വാറിൻ്റെ സമയത്ത് ഇത് നല്ല രീതിയിൽ പഠിച്ചതെന്ന രീതിയിൽ. ഇപ്പോൾ ഇത് നമുക്ക് ചോജോയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അവളുടെ ബോഡി ടപ്പയെന്നും പറഞ്ഞ പഴയതുപോലെ ഒന്നുമില്ല. അവൻ പറയണം അവിടെ നിന്ന് ചാടി ആ കൊച്ച് തീർന്നതാണ്, പിന്നെ നോക്കണ്ട, ആ സ്വീറ്റ് ബീൻസ് എല്ലാം എടുത്തിട്ട് നമുക്ക് വലിയാന്ന് പറയണം. അതേസമയം അൻകോനെ അവിടെ ഒരു പാറയുടെ അകത്താക്കി ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അൻകോനെ ചേർക്കാനായിട്ട് പാറ പരമാവധി ചോജോ നോക്കുന്നുണ്ട്. പക്ഷേ പഴയ ചോജോ അല്ല, ഇത് ഗുണ്ടു അല്ല, ഇപ്പോൾ നമ്മുടെ സ്ലിം ബൂട്ടിയാണ്. അങ്ങനെ നമ്മൾ സ്ലിം ബൂട്ടി കുറേ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് സ്വീറ്റ് ബീൻ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ച് ഫാറ്റി ആവുമല്ലോ. അങ്ങനെ സ്വീറ്റ് ബീൻ വെറുതെ വേവിച്ച് കഴിക്കുകയാണ്. ഇങ്ങനെ കഴിക്കാൻ അതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ അണ്ടാവ് കണ്ട ഇവന്മാർ ഇങ്ങോട്ട് കയറി വരാണ്. ഈ അണ്ടാവോട് ഇവളും കൊണ്ട് ഓടുകയാണ്. അപ്പോഴത്തേക്കും ഇവന്മാർ പറയണം, ഓ കൊള്ളാം, നീ ഇതിന് വേണ്ടിയിട്ടാണ് പൊട്ടിച്ചത്, ഞങ്ങളെക്കാളും തരാണല്ലോ, തീറ്റയൊന്നും നിങ്ങൾക്ക് ലീഫ് വില്ലേജ് തരാറില്ലേ, നിങ്ങളുടെ ഹൊക്കാകെ എന്താ അത്രയ്ക്കും പിച്ചുകാരനാണോ എന്ന
രീതിയിലൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ അൻകോയ്ക്കും അതുപോലെ തന്നെ ചോജോയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ പിന്നെയും അവളുടെ പഴയ ഇതിൽ വന്നിട്ട് പഴയ ഫോമിൽ വരാൻ നോക്കുകയാണ്. വന്നിട്ട് നമ്മളുടെ ആ ഒരു ലീഡറിനെ തന്നെ, നമ്മുടെ സ്കൂബക്കാരനെ തന്നെ പിടിക്കാൻ പോകുന്നുണ്ട്. അവൻ ലൈറ്റ്നിങ് യൂസ് ചെയ്ത് നമ്മുടെ ചോജോനെ ഇട്ട് കത്തിരിക്കുന്നുണ്ട്. ദേഷ്യം വന്ന ചോജോ ബട്ടർഫ്ലൈ മോടി പോവാണ്. അത് കണ്ട് ഇവന്മാരെ അമ്പരന്ന് പോവാണ്. പിന്നെ നോക്കണ്ട നിൽക്കണ്ട, അവന്മാരെ എടുത്തിട്ട് അടിച്ച് കെട്ടിയിടുവാണ്. എന്നിട്ട് അൻകോനെ രക്ഷിച്ച് ചോജോ അവിടുന്ന് പോകുന്നുണ്ട്. കടയിൽ കൊണ്ടുപോയി നമ്മുടെ സ്വീറ്റ് ബീൻസ് കൊടുക്കുമ്പോൾ കടക്കാരൻ വരുന്നിടത്തും പോകുന്നിടത്തും ഒത്രയും പറയാണ് ചോജോ ആണിത് കൊണ്ടുവന്നേ, ചോജോ ആണിത് കൊണ്ടുവന്നതെന്ന്. അങ്ങനെ ബൊറൂട്ട പറയണം വളരെ അഭിമാനമേറിയ ഒരു കാര്യം തന്നെയാണ് ചോജോ ഓതുന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ സാസ്കിനെ സായിനെയാണ്. നമ്മളുടെ സാക്കോഞ്ചി പറഞ്ഞത് പ്രകാരം ഇവിടെയാണ് നമ്മളുടെ കാറ ടീമിൻ്റെ ഒരു ഹൈഡ് ഔട്ട്. അതായത് ഇത് നമ്മളുടെ ബൊറൂട്ടയുടെ കയ്യിലുള്ള പാറ്റേണുമായിട്ട് ഫോളോ ചെയ്താണ് സാസ്കി പോകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ബൊറൂട്ടയുടെ കയ്യിലുണ്ട്. പക്ഷെ അതല്ല ആ ഒരു കാറ ടീമിൻ്റെ കയ്യിലുള്ള പാറ്റേൺ എന്ന് സാക്കോഞ്ചി പറയുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ ടീമാണ്, നമ്മളുടെ അക്കറ്റ്സുക്കി പോലെ വലിയ ഒരു ടീം. അവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും സാധാരണക്കാരല്ല. അവരെല്ലാം എല്ലാ വില്ലേജിലും കണക്ഷനുള്ള ആൾക്കാരാണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഓരോ വില്ലേജിൻ്റെ മെയിൻ പൊസിഷനുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോഴത്തേക്കും അങ്ങനെയുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ആരോ ഇവരിവിടെ കയറിയതും ഈ സംസാരിക്കുന്നതും ഒക്കെ വാച്ച് ചെയ്യുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്ന സാസ്കിയും സായിയും ചുമ്മാ ഇരിക്കുമോ, ഒരാളാണെങ്കിൽ അൻബു ബ്ലാക്ക് ഓപ്സ്, അടുത്ത ആളാണെങ്കിൽ ഷാഡോ ഹോക്കാക്കി, ചുമ്മാ വിടുമോ, അങ്ങനെ വിടുന്നൊന്നുമില്ല. അങ്ങനെ ആ ഒരാളെ പിടിക്കുന്നുണ്ട്. ആരാ എന്താന്ന് ആ കൊച്ചാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു കൊച്ചല്ല, ഒരു ചെറുക്കനാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് കൊച്ചെന്ന് തോന്നിയില്ലേ? എനിക്കും തോന്നി. അപ്പോൾ കാറ ടീമിൽ ആരെങ്കിലും ആണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറയുന്നുണ്ട്. ഈ കൊച്ചു എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. ഗിറാഷി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഗിറാഷി പറയാണ് എൻ്റെ ഫ്രണ്ട് ഫാമിലി എല്ലാം ഒന്നിച്ചിവിടെ ആയിരുന്നു താമസം. പക്ഷേ ഒരു സമയം വന്നപ്പോൾ വാറൊക്കെ വന്നപ്പോൾ ഞങ്ങൾ സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ വരുമ്പോൾ കാറ ടീമിൻ്റെ ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നത്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വന്നതാണ്. അന്ന് മുതൽ ഞാൻ കാറ ടീമിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടണൽസും അവിടുത്തെ ടോക്സിക് ഗ്യാസുകളും ഒക്കെ എനിക്കറിയാവുന്നത്. അതായത് ഈ ടോക്സിക് ഗ്യാസുകൾ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ലൈക്ക് അത് ഇങ്ങനെ ബോംബ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോക്സിക് ഗ്യാസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നീട് ഈ കാറ ടീം അവരുടെ സ്ഥലത്തേക്ക് കയറാതിരിക്കാൻ ടോക്സിക് ഗ്യാസ് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ശ്വസിച്ചാൽ മറ്റും. അതൊക്കെ പറഞ്ഞ് നമ്മളുടെ പെങ്കൊച്ചെന്ന് ചെറുക്കൻ കൊച്ച് ഇവനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്, ഗിറാഷി. അപ്പോൾ ഗിറാഷി വിളിച്ചിട്ട് പോകുന്നുണ്ട് നമ്മളുടെ സാസ്കിനെയും സായിനെയും. അവരെയും കൊണ്ട് ടോക്സിക് ഗ്യാസ് എടുത്ത് വായിന്ന് ബ്ലഡ് വന്ന് സാസ്കിയും സായിയും അവിടെ വെച്ച് മരിച്ചു പോവാണ്. അതെയാ അതെയാ. അങ്ങനെ ഗിറാഷി മാസ്ക് വരുമ്പോഴാണ് സാസ്കിയും സായും പറയുന്നത്, മോളെ നീ ഇവിടെ ടോക്സിക് ഗ്യാസിൻ്റെ അടുത്തൊന്നുമല്ല, നീ ഞങ്ങളെ ട്രാപ്പ് ചെയ്തിട്ടില്ല. അതായത് ഇതൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും ഇവളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം, വെറുപ്പ്, പക അത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആർക്ക്? സാസുകിക്കും സായിക്കും. കളിക്കുന്നത് ആരുട്ടാ നീ, ഉടായ്പിൻ്റെ ഉസ്താദന്മാരാണ് നിങ്ങൾ കളിക്കാൻ വരരുതേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവള് ചെയ്തത് ട്രാപ്പാണെന്നും ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത് ഇവള് കാറ ടീമിലെ ആളെന്ന് വിചാരിച്ച് ഇവരെ ട്രാപ്പ് ചെയ്യാൻ കൊണ്ടുപോകണമെന്നും ഇവരെ കൊല്ലുമെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സാസ്കി എന്ത് ചെയ്തിരുന്നു, കെഞ്ചിറ്റ്സിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാസ്കി പറയണം, നീ കാറയിലെ ഒരു മെമ്പറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണ്, നിനക്ക് ആ പക വെറുപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങളോടാണ്. ഞങ്ങളോട് സംസാരിച്ചപ്പോൾ നീ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുണ്ടായിരുന്നു എന്ന്. അതിനുശേഷം നമ്മൾ സൂപ്പർ ബീസ് ട്രോൾ യൂസ് ചെയ്ത് ഒരു ബേർഡിനെ ഉണ്ടാക്കി ഇവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ ബിൽഡിംഗ് മൊത്തത്തിൽ പൊണിഞ്ഞ് ഗിറാഷിയുടെ മണ്ടയ്ക്കൂടെ വീഴുന്നുണ്ട്. കാറ എന്നൊരു ടീം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഗിറാഷി ടോണോ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് അവൻ ഭയങ്കരമായിട്ട് ആ കാറയുടെ അടുത്ത് ഭയങ്കര ട്രസ്റ്റബിൾ ആയിരുന്നു. ലൈക്ക് അത്രയ്ക്കും അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒന്ന് കാറയിലുണ്ട്, ഒരുപാട് മെമ്പേഴ്സും ഉണ്ടെന്ന് പറയണം. അപ്പോൾ കാറയുടെ ആൾക്കാർ എന്തോ ഒന്നൊക്കെ കഴിച്ചുകൊണ്ട് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യാണ്. എന്താ ഇവന്മാർ ചെയ്യുന്നത് കാണാനൊക്കെ അക്കറ്റ്സുക്കി മാതിരി ഉണ്ട്. പക്ഷേങ്കിലും അവർ നല്ലൊരു ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്നാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര ഒരു മാസ് എൻട്രി ഒന്നും അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവരിങ്ങനെ തിരക്കി ആൾക്കാർ വരുന്നു എന്ന് മനസ്സിലായി. അതുമാത്രമല്ല ലീഫ് വില്ലേജിന് മനസ്സിലായി. അങ്ങനെ കുറേ സംഭവങ്ങൾ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടനെ കാണിക്കുകയാണ്. ബൊറൂട്ടാണെങ്കിൽ ഇതിൻ്റെ വല്ല അർത്ഥവും കിട്ടിയോ എന്ന് സാസ്കിയോട് ചോദിക്കുമ്പോൾ സാസ്കി പറയാണ് ഇല്ല, കിട്ടിയില്ല എന്ന്. സാക്കോഞ്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു, അവൻ പറഞ്ഞത് വെച്ച് നോക്കിയാലും വലിയ സംഭവം ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൗ കൊടുക്കുകയാണ്. ഇതൊന്ന് യൂസ് ചെയ്യാൻ പറയുകയാണ്. കാരണം സാസ്കിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു പരിപാടി ഈ ഒരു സാധനം ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് അത് കാറായിട്ട് ബന്ധപ്പെട്ടാണോ എന്നും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ
സാസ്കി ഇപ്പോൾ കുറച്ചുകൂടെ ബൊറൂട്ടോയുടെ കാര്യത്തിൽ കൺസേൺഡ് ആണ്. കാരണം സാസ്കിക്ക് അവിടെ കയറിയപ്പോഴേ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ആ ഒരു സ്ഥലത്ത് നടക്കുന്നത് സാധാ എക്സ്പെരിമെൻറ്റ്സ് അല്ല. അത് നാറൂട്ടോനോട് പറയുന്നുണ്ടായിരുന്നു വന്നപ്പോൾ. അതായത് അവിടെ നടക്കുന്നത് ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതെ, നമ്മളുടെ ഒറോച്ചിമാറോ ടൈപ്പ് സാധനങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ കൊച്ച് നല്ല രീതിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ കാറയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും റെഡിയായിരുന്നു. സാധാരണ ഒരാൾ അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ തലപ്പത്തിരിക്കുന്നവന്മാർ എങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ സാസ്കി നമ്മളുടെ നാറൂട്ടോയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അതുമാത്രമല്ല ബൊറൂട്ടോയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസേണും സാസ്കി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ബൊറൂട്ടോയോട് പറയുന്നുണ്ട്, സാക്കോഞ്ചി ചെയ്തത് പറഞ്ഞതും എല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ പ്രൊട്ടക്ഷൻ നിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. നീ അത് നോക്കണം. പിന്നെ നിനക്ക് എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു മിഷനും തടഞ്ഞു വെക്കാൻ പോകുന്നില്ലെന്ന്. അതിനുശേഷം മുഗിനോനെ വിളിച്ചിട്ട് നമ്മളുടെ ബൊറൂട്ടോ സാറാടാ മിറ്റ്സുക്കി നമ്മളുടെ കൊനോഹമാരുടെ ടീമിൻ്റെ കൂടെ വിടാണ്. മുഗിനോ 4 വർഷങ്ങൾക്ക് ശേഷം വരുന്നതെന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ്, ഇയാൾ ജയിലിലാകണ്ടേ ആയിരുന്നു എന്ന് ബൊറൂട്ടോ പറയാണ്. ഈ ഒരു മിഷനുള്ള സ്ഥലമാണ് പ്രത്യേകത. ലാൻഡ് ഓഫ് വാലിയസിലാണ് ഈ മിഷൻ നടക്കുന്നത്. അധികം കേട്ട് കളിയില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഗിനോ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഈ ഷിപ്പിലല്ല കപ്പലിൽ പോകുമ്പോൾ തന്നെ മുഗിനോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവൻ ഇത്രയും നാൾ ഈ 4 വർഷത്തേക്കാൾ കൂടുതൽ സമയമുണ്ട് അവൻ പോയിട്ട് വന്നതിൽ. അപ്പോൾ അത് ഫുൾ ഇവൻ ചുറ്റി നടക്കുമായിരുന്നു. വാർ നടന്ന സമയത്തും ഇവനുണ്ടായിരുന്നു, ആ സമയത്തും ഇവൻ ചുറ്റി നടക്കുമായിരുന്നു. അത്രയും ചുറ്റി നടന്ന് നേടിയ എക്സ്പീരിയൻസ് അവൻ്റെ കയ്യിലുണ്ട്. എല്ലാ വില്ലേജിൻ്റെ മാപ്സ് അങ്ങനെ മനസ്സിലുണ്ട്. നമ്മുടെ ബൊറൂട്ടോയ്ക്ക് ഇതൊന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ല. കാരണം സാസ്കി പറഞ്ഞത് എക്സ്പീരിയൻസ് വേണമെന്നാണ്. അതിന് വലിയ വലിയ മിഷൻസ് വരണം. ഇതെന്ത് മിഷനാണ്? ഇതൊരാളെ കാണാനില്ല, അയാളെ കണ്ടുപിടിക്കുക, ഇതാണ് മിഷൻ. അപ്പോൾ അതൊക്കെ ഒരു മിഷനാണോ എന്ന് പറയാണ് ബൊറൂട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാൻഡ് ഓഫ് വാലീസിലെത്താണ്. അതാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരുമാതിരി സ്ഥലം. അവിടെ ഫുൾ മഞ്ഞൊക്കെ നിറഞ്ഞ് ആൾക്കാരെ കയറാൻ പോലും ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കുന്നൊരു സ്ഥലം. അങ്ങനെ അവൾ അവിടെ കാണാൻ ചെല്ലുന്ന ആ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പേരാണ് മിയ. അപ്പോൾ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള അനാറ്റോനെ കാണാനില്ല. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഇപ്പം മിയ കാണിച്ചു തരും, നിങ്ങൾ നോക്കിക്കോക്കെ. അപ്പോൾ ഇതിനകത്ത് കയറുന്നത് തന്നെ മിയ പറഞ്ഞിട്ടാണ്. ഇവിടുത്തെ ഒരാൾ പറയാതെ ആരെയും വില്ലേജിനകത്ത് കയറത്തില്ല. അങ്ങനെ അനാറ്റോനെ കാണിച്ചു കൊടുക്കുകയാണ്. അനാറ്റോയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണ് ഇയാൾ ഇവിടെ ഉള്ളൊരു കമ്പനിയിൽ ജോലിയാണ്. അതിൻ്റെ ഓണർ പറഞ്ഞിട്ട് എന്തോ ഒരു സീക്രട്ട് മിഷൻ ഇവർക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ഇയാൾ ഈ മിഷനെ പറ്റിയിട്ട് മിയോട് പറയുന്നൊന്നുമില്ല, അനാറ്റോ പറയുന്നൊന്നുമില്ല. പക്ഷേ മിയയ്ക്ക് പിന്നെ ഒരു 6-7 മാസത്തേക്ക് ഇയാളുടെ അടുത്തുനിന്ന് ഒരു ഇൻഫർമേഷനും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മിസ്സിംഗ് എന്നും പറഞ്ഞ് കേസ് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ബൊറൂട്ടോ പറഞ്ഞ അനാറ്റോനെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് മിയ നിങ്ങൾ അവരുടെ ഭാര്യയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. മിയയ്ക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞുതരോ? മര്യാദയ്ക്ക് പോയി ചോദിക്കണം കേട്ടോ. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ആരായാലും പറയും. ഞാൻ അങ്ങോട്ട് ചെല്ലാട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണിനെ എടുത്തിട്ട് പറയുന്നുണ്ട്, ഏട്ട് വൃത്തക്കെട്ടവളെ മര്യാദയ്ക്ക് പറഞ്ഞോ, നീ എന്താ കാണിക്കുന്നത്? നീ എന്താണ് ഇവളുടെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കാത്തേ? ആ ഒരു മിയയ്ക്ക് കൊടുക്കുക, അവരുടെ ഭർത്താവാണ് അനാട്ടോ, മര്യാദയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റാഫ് മാത്രമാണ്. ഇതാരാണ് കണ്ണിൽ പശോട്ടിച്ചോന്ന് ചോദിക്കുമ്പോൾ അത് പറയണം വിക്ടർ, ഞങ്ങളുടെ ഓണറാണ്. ആരായാലും വിളിക്കാൻ പറയണം, പെട്ടെന്ന് വിളിക്കാൻ പറയണം. അങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ കണ്ടാൽ കുഴപ്പമല്ല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം മിറ്റ്സുക്കി അവൻ്റെ പാമ്പിനെ വിട്ടിട്ട് അവിടുത്തെ കുറേ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അനാട്ടോ എവിടെയാണെന്ന് ഇവർക്ക് അറിയത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് കേട്ടിട്ട് ബൊറൂട്ടോനെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സമയം പുറത്ത് വരുമ്പോൾ മിറ്റ്സുക്കി പറയാണ് ഞാൻ ഒരു ലൊക്കേഷൻ കണ്ടു, അത് അനാറ്റോടെയാണെന്ന് അറിയത്തില്ല. അനാട്ടോ എന്ന് കൊടുത്തിട്ട് ആ ഒരു ലൊക്കേഷനായിരുന്നു അവർ പിൻ ചെയ്തത്. അപ്പോൾ ഇത് അവരോട് അതിനകത്തുള്ള ആരും കണ്ടിട്ടില്ല. അങ്ങനെ മിറ്റ്സുക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മളുടെ മുഗിനോയ്ക്ക് അറിയാവുന്നുണ്ട്. അങ്ങോട്ട് പോവാണ്. അവിടെ വിക്ടറും ടീമും ഓൾറെഡി നിൽക്കുന്ന കണ്ട് ബൊറൂട്ടോയ്ക്ക് കണ്ടപ്പോഴേ മനസ്സിലായി താനല്ലേ അവിടെ ഇരുന്ന കണ്ണിൽ പശ ഒട്ടിച്ചോൻ. ആരാ താൻ മര്യാദയ്ക്ക് പറ, എന്താ താൻ കണ്ണിൽ ഇങ്ങനെ ഈ ഒരു ടാർ ഒട്ടിച്ചോടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് അല്ല, ഞങ്ങൾ ഇവിടെ വന്നത് അനാട്ടോനെ തിരക്കാണെന്ന്. അയാൾക്കും ഒരു പതർച്ചയുണ്ട്. ഇതേ പതർച്ച ആ ഒരു നമ്മളുടെ ആ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണിനും ഉണ്ടായിരുന്നത് ബൊറൂട്ടോയൊക്കെ ഓർക്കുന്നുണ്ട്. അത് കാരണം തന്നെ വിക്ടർ അങ്ങോട്ട് പറയുന്ന സംഭവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ബൊറൂട്ടോയ്ക്ക്. ആ ഒരു ഗ്രേറ്റ് നിഞ്ച വാർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കെൻ്റെ കണ്ണും കൈയും കാലും ഒക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതൊക്കെ ഒരു രീതി കൊണ്ടുവരാൻ നോക്കായിരുന്നു. അത് മനുഷ്യരെ മരിച്ചു പോയവർ അല്ല ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് അവർക്കൊരു ബോഡി പാർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ്, എല്ലാവരുടെ ബോഡിയിലും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ. അപ്പോൾ അത് നല്ലൊരു പ്ലാനാണ്. മെഡിക്കൽ സയൻസിന് ഒരുപാട് നല്ല ഉപകാരം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവരൊന്നും പറയുന്നില്ല. കാരണം എന്താണ്, അത് വലിയ പ്രശ്നമില്ല. അപ്പോഴത്തേക്കും വിക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, നല്ലൊരു റീസൺ ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും അകത്തേക്ക് പോയി നോക്കുകയാണ്. അകത്തേക്ക് പോയി നോക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കാണും. നമ്മളുടെ വിക്ടറും അതുപോലെ തന്നെ നമ്മളുടെ ടീം 7 തിരക്കി നടന്ന അനാട്ടോ ദേ നിൽക്കുന്നു. അനാട്ടോ ആണെന്ന് പോലും തിരിച്ചറിയത്തില്ല, അത്രയ്ക്കും വ്യത്യാസം. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സിനിമയില്ലേ അതിനകത്ത് നമ്മൾ കാണത്തില്ല, അതുമാതിരി എന്നോട് ഓക്കെ. അങ്ങനെ നമ്മളുടെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.